ഹലോ, ഇന്നൊരു റെസിപ്പി വീഡിയോ ആയാലോ. ഇപ്പോൾ ഒരാൾ രാവിലെ എൻ്റെ കൂടെ കൂടിയതാണ്, ബർഗർ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ബർഗർ ഉണ്ടാക്കുന്നത് മുതൽ ചിക്കൻ വാങ്ങിക്കൊണ്ടുവരുന്നത് മുതൽ ലാസ്റ്റ് വരെ ആൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈസിയായി ഒരു ബർഗർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, കുറച്ച് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു ബട്ടർ മിൽക്ക് പോലെ ലൂസാക്കി എടുക്കാം. അതിലേക്ക് ബ്രസ്റ്റ് പീസ് ഞാൻ തിന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളമൊക്കെ കളയാനായി മാറ്റി വെച്ചു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഈ ബട്ടർ മിൽക്കിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് അവിടെ കിടന്ന് സോക്കാവട്ടെ. ഇത് ഇങ്ങനെ ചെയ്യുന്നത് ചിക്കൻ നന്നായി സോഫ്റ്റായി വരാനാണ് കേട്ടോ. ഇനി നല്ലൊരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ അടച്ചിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അരമണിക്കൂറിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. 1 മണിക്കൂറിൽ കൂടുതലൊന്നും വയ്ക്കണ്ട, മാക്സിമം ഒരു 45 മിനിറ്റ്സ് അത്ര. ഇനി അത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ, അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ആ സമയത്ത് നമുക്ക് നമ്മളെ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. ആ സമയത്ത് നമുക്കതൊന്ന് പുറത്തെടുത്ത് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ റാപ്പൊക്കെ ഞാൻ എടുത്തു. അതിനുശേഷം അത് സൈഡിലോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഞാൻ 4 പീസ് മാത്രമേ ചിക്കൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് മുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആ മുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇടണേ, അത് കാണിക്കാൻ വേണ്ടി എനിക്ക് മറന്നുപോയതാണ്. നന്നായി ഒന്ന് ബീറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചിക്കനിലെ ആ ബട്ടർ മിൽക്കൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കണം. ആ ബട്ടർ മിൽക്കോടെ എടുക്കാൻ പാടില്ല. അതൊന്ന് ജസ്റ്റ് അതിനുള്ള എക്സസ് ആയിട്ടുള്ള ബട്ടർ മിൽക്ക് ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്താൽ മതി. ഇനി ആ ചിക്കൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയും ചില്ലിയൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം മുട്ടയിലൊന്ന് മുക്കാം. വീണ്ടും മൈദയുടെ മിക്സിയിലേക്ക് ഒന്ന് ആ കോട്ടിങ് നന്നായി കോട്ടിങ് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ആ പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുക്കണേ. ഇനി ഇതുപോലെ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം ബട്ടർ മിൽക്കിലൊക്കെ ബട്ടറൊക്കെ കളഞ്ഞതിന് ശേഷം മൈദയിലേക്ക് മുക്കിയെടുക്കാം. അതിന് ശേഷം വീണ്ടും മുട്ടയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. വീണ്ടും മൈദയിൽ മുക്കിയെടുക്കാം, സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ സീസ്മി ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ. അത് നന്നായി ചൂടായതിന് ശേഷം ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കണം. ഇത് തിന്നായി ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി വരും കേട്ടോ, വെന്ത് വരും. വേവില്ല എന്നുള്ള ഇതൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കും. ബർഗറൊക്കെ ഓർഡർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഓർഡർ ചെയ്തിട്ട് ബർഗർ ബണ്ണൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് എയർ ഫ്രയറിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ ബണ്ണൊക്കെ വന്നു. കുക്കുംബർ ഞാൻ കട്ട് ചെയ്ത് ഒന്ന് വിനാഗിരിയും ഉപ്പും ഇട്ടതിന് ശേഷം ആ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സോൾട്ടൊക്കെ ഒന്ന് പിടിച്ച് കുക്കുംബർ വിനാഗിരിയുടെ പുളിയൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്തതാണ്. ലെറ്റ്യൂസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചീസും. ഇത്രയും സാധനമേ ഉള്ളൂ കേട്ടോ. കുക്കുംബർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിനാഗിരിയും ഉപ്പും കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ഇട്ട് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പുളിയും ഉപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ബർഗർ ബണ്ണ് എടുത്തു. അപ്പോൾ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് പിന്നെ ലെറ്റ്യൂസ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കുക്കുംബർ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ചീസ് വെച്ച് കൊടുക്കാം. ഇനി ബർഗറിൻ്റെ ബണ്ണൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് എയർ ഫ്രയറിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ബണ്ണ് ഹാർഡാകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂട് കയറിയാൽ മതി കേട്ടോ. ആ ബണ്ണൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, ചീസ് ഒന്ന് മെൽറ്റ് ആവാനും. നല്ല ക്രിസ്പി ചിക്കൻ ബർഗർ
റെഡിയാണ് 2 മിനിറ്റ് കൊണ്ട്. 2 മിനിറ്റിലധികം വെക്കാതെ സൂക്ഷിക്കണേ, കാരണം ബ്രെഡ് പെട്ടെന്ന് ഹാർഡായി പോവും, അതുകൊണ്ടാണ്. നല്ല എയർ ഫ്രയറാണ് കേട്ടോ, ഫിലിപ്സിൻ്റെ. ഞാൻ കുറേ ആയി വാങ്ങിയിട്ട്, നല്ല യൂസ്ഫുള്ളായി തോന്നി എനിക്ക്. അപ്പോൾ നിങ്ങളിങ്ങനെ ബർഗർ ചെയ്യാറുണ്ടോയെന്നൊന്ന് പറയണേ കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമുക്ക് വീട്ടിൽ തന്നെ ചിക്കൻ വാങ്ങിയാൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഈസിയായി ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഒനിയൻ ആഡ് ചെയ്യാം, ലെറ്റ്യൂസ് ആഡ് ചെയ്യാം, കുക്കുംബർ ആഡ് ചെയ്യാം, ക്യാരറ്റ് ആഡ് ചെയ്യാം, ടൊമാറ്റോ ആഡ് ചെയ്യാം. ഇതൊക്കെ ആഡ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ബൈ.